സമൂഹ മാധ്യമങ്ങളിൽ ഒരു കാലത്ത് നിറഞ്ഞൊരു സംശയമായിരുന്നു. നമ്മുടെ സലഫികൾ നമ്മുടെ വെള്ളിയാഴ്ച നടക്കുന്ന കുത്തുബകൾ മലയാളത്തിൽ കുത്തുബ നടത്തുന്നത് അതാത് നാടുകളിലുള്ളവർക്ക് മനസ്സിലാകുന്നതിന്. അപ്പോൾ കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ മലയാളമായതുകൊണ്ട് ആ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ മലയാളമായതുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ കുത്തുബ നടത്തുന്നു. അപ്പോൾ സമൂഹ മാധ്യമത്തിൽ നടന്ന ഒരു ചർച്ചയുടെ കമൻറ്റിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഖുർആൻ, നമ്മുടെ വേദഗ്രന്ഥമായ ഖുർആനും അതത് നാടുകളിലെ മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അള്ളാഹുവിനെ അതത് നാടുകളിലെ പ്രധാന ഭാഷയിൽ ഇറക്കിക്കൂടായിരുന്നോ എന്നൊരു സംശയമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹാസംവിധാനത്തിൻ്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാർക്കുള്ള ആദരം നൽകിയ ഒരു സന്തോഷവേളയിലാണ് നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്. ഖുർആൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ ധിഷണയും സർഗധനതയും സമർപ്പിച്ച ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി എന്ന മഹാപണ്ഡിതൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗവേഷണ കേന്ദ്രത്തിൻ്റെ വാർഷിക പ്രഭാഷണമാണ് അതിനോടനുബന്ധിച്ച് നടക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഖുർആനിനെ കുറിച്ചുള്ള ആലോചനകൾ കൊണ്ട് ധന്യമായ ഒരു സായാഹ്നമാണിത് എന്നർത്ഥം. അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ഇതുപോലുള്ള പരിശ്രമങ്ങളിൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇവിടെ ബഹുമാനനായ എൻ്റെ സുഹൃത്ത് ഞാൻ സംസാരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ചോദിച്ചത് നിങ്ങൾ കേട്ടു. ഖുർആനിനെ കുറിച്ച് നമ്മുടെ നവമാധ്യമങ്ങളിൽ പല രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വിചിത്രമായ വിമർശനങ്ങൾ അതിനെതിരിൽ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഒരിക്കൽ പറഞ്ഞതെനിക്ക് ഓർമ്മയുണ്ട്. കേരളത്തിലെ യുക്തിവാദികൾക്ക് അവരുടെ നിലവാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. യുക്തിവാദത്തിൻ്റേതായൊരു നിലവാരം കാത്തു സൂക്ഷിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടം പോയി. ഇപ്പോൾ എന്താണ് പറയേണ്ടത് എന്നോ എന്തിനാണ് വിമർശിക്കുന്നത് എന്നോ അറിയാതെ എന്തെങ്കിലുമെല്ലാം ഇസ്ലാമിനും ഖുർആനിനുമെതിരെ പുലമ്പുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ നാസ്തിക പ്രസ്ഥാനം എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതേപോലെയുള്ള വിമർശനങ്ങൾ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലേക്ക് കടന്നു വരുന്നത്. നമ്മൾക്ക് ഖുർആനിൻ്റെ ഭാഷയായ അറബിയെക്കുറിച്ചറിയാം. ലോകത്ത് നിലനിൽക്കുന്ന ആയിരക്കണക്കിന് ഭാഷകളിൽ മുഴുവൻ ഖുർആൻ അവതരിപ്പിക്കണമെന്ന വിചിത്രമായ ആവശ്യത്തെ തൽക്കാലം നമ്മൾക്ക് വെറുതെ വിടാം. പക്ഷേ ഈ അറബിയിൽ അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് ഖുർആൻ പഠിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ ലോകത്ത് ആർക്കെങ്കിലും തടസ്സം നേരിട്ടിട്ടുണ്ടോ എന്ന് സരളമായി ആലോചിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അറബികൾ ഖുർആനുമായി വ്യത്യസ്ത നാടുകളിലേക്ക് കടന്നു ചെന്ന സമയത്ത് ആ നാടുകൾ ഖുർആൻ പഠിച്ചു എന്ന് മാത്രമല്ല, ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി അറബി ഭാഷ അവരഭ്യസിക്കുകയും അവരുടെ ഭാഷ തന്നെ അറബിയായി മാറുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായി. നമ്മളിന്ന് ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിൽ ഉത്തരാഫ്രിക്ക എന്ന് നമ്മൾ പറയുന്ന ആ ഉപഭൂഖണ്ഡത്തിൻ്റെ പ്രവിശ്യകളിൽ അൾജീരിയയിലും മൊറോക്കോയിലുമെല്ലാം അവരുടെ ഭാഷ അറബിയാകുന്നത്, അല്ലെങ്കിൽ ഈജിപ്തിൽ പോലും അവരുടെ ഭാഷ അറബിയാകുന്നത് അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഭാഷ അറബി അല്ലാതിരുന്നിട്ട് പോലും ആ നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാവവും ഭാഷയുമെല്ലാം അറബിയായി തീർന്നത് ഈ ഖുർആൻ പഠിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലൂടെയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിലെ ഏതൊരു മനുഷ്യനും ഏതൊരു ജനവിഭാഗത്തിനും ഒന്ന് മനസ്സ് വച്ചാൽ
ഖുർആനിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ പടിഞ്ഞാറൻ ലോകത്തേക്ക് നോക്കുക. അവിടെ ഈ അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് മനുഷ്യരുണ്ട്, വളരെ പ്രശസ്തരായ പ്രഗത്ഭരായ ബുദ്ധിജീവികൾ. നമ്മളെ ഹദീത്തുകളെയും ഖുർആനിനെയും എല്ലാം കുറിച്ച് ആഴമുള്ള പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജോനാഥൻ എസി ബ്രൗണിനെ പോലുള്ള പണ്ഡിതന്മാരെ നമ്മൾ പരിശോധിക്കുക. അവർ സമീപകാലത്താണ് ഇസ്ലാം സ്വീകരിച്ചത്. പക്ഷേ അവർ സുന്ദരമായി അറബി ഭാഷ സംസാരിക്കുന്നു. ഖുർആനിനെ കുറിച്ച് ആഴത്തിൽ അവർ പരിചിന്തനം ചെയ്യുന്നു. അവർ അറബി പഠിക്കാൻ ശ്രമിച്ചു എന്നത് മാത്രമാണ് അതിൻ്റെ കാര്യം. അറബി പഠിക്കാൻ ആ ആഴത്തിൽ എല്ലാവർക്കും അറബി പഠിക്കാൻ കഴിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അവിടെ അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഖുർആനിൻ്റെ ആശയങ്ങൾ സാമാന്യമായി മനസ്സിലാക്കാൻ, അതിനാവശ്യമായ ഒരു അറബി പരിജ്ഞാനം നേടിയെടുക്കാൻ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് പോലും കഴിഞ്ഞു എന്നതിന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണ് സാക്ഷി. ഇന്നലകളിൽ നമ്മുടെ ചായക്കടകളിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യർക്ക് തൗഹീദും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തത് കൂലിപ്പണിക്കാരായ തൊഴിലാളികളായിരുന്നു. മലയാളികളായ, പ്രത്യേകിച്ച് ഭൗതിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത മനുഷ്യർ ഇവിടെയുള്ള പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളിൽ നിന്ന്, എഴുത്തുകളിൽ നിന്ന് ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കി, ഖുർആനിൽ നിന്ന് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യരോട് ദൈവിക സന്ദേശങ്ങളെക്കുറിച്ച് സംവദിച്ച സുന്ദരമായ അനുഭവം നമ്മുടെ കേരളത്തിൻ്റെ തന്നെ അനുഭവം. മലയാളികളായ, അറബികളല്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാർ ഈ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഹൃദിസ്ഥമാക്കി സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി നമ്മളുടെ മുന്നിൽ വന്നു നിന്നത് നമ്മളുടെ തൊട്ടു മുമ്പുള്ള ഇപ്പോഴത്തെ അനുഭവം. അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള അർത്ഥശൂന്യമായ വിമർശനങ്ങളിൽ കിടന്ന് കറങ്ങുന്നതിന് പകരം പരിശുദ്ധ ഖുർആനാകുന്ന വെള്ളി വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനും അത് മലയാളി പൊതുസമൂഹത്തിന് പകർന്നു കൊടുക്കാനുമുള്ള അത്യധ്വാനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഞാൻ പറയുന്നു, ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ അക്കാഡമി, അത് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് വലിയൊരു സമ്മാനമാണ്. ഖുർആനിനേക്കാൾ വലിയൊരു സമ്മാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്ക് കൊടുക്കാനില്ല. വലിയ ബാങ്ക് ബാലൻസുകളല്ല, വലിയ ബിൽഡിങ്ങുകളല്ല, വലിയ കാറുകളല്ല, വില കൂടിയ ഗാഡ്ജറ്റുകളല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നിസ്സംശയം പറയാം, അത് പരിശുദ്ധ ഖുർആനാണ്. കാരണം ഈ ദുന്യാവ് എന്ന് പറയുന്ന അതിനശ്വരമായ ഈ അനുഭവത്തെ മുറിച്ച് കടന്നുകൊണ്ട് മരണത്തിൻ്റെ വാതിലിലൂടെ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന സമയത്ത് സ്വർഗപ്രവേശനത്തിന് അവരെ സഹായിക്കുന്ന പരിശുദ്ധ ഖുർആനിനേക്കാൾ വലിയ മറ്റൊരു സമ്മാനവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളുടെ എല്ലാം കണ്ണ് നനയിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു കഥ പറയുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, എൻ്റെ റബ്ബേ, ആരാണ് സ്വർഗത്തിൽ ഏറ്റവും നിസ്സാരനായ ആൾ? സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിയിലുള്ള ആൾ ആരാണ് എന്ന് അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയുണ്ടായി. അതിന് അള്ളാഹു പറഞ്ഞ മറുപടി, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിയിലുള്ള ആളെന്ന് പറയുന്നത് സ്വർഗത്തിൽ ഏറ്റവും അവസാനം പ്രവേശിപ്പിക്കപ്പെടുന്ന ആളാണ്. അയാൾ സ്വർഗത്തിൽ എത്തുമ്പോഴേക്ക് മറ്റെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ അയാൾ സ്വർഗത്തിലെത്തുന്ന സമയത്ത് അള്ളാഹു അയാളോട് പറയും, നീ ഇതാ സ്വർഗത്തിലെത്തിയിരിക്കുന്നു, സ്വർഗത്തിൽ നിന്നുള്ള നിന്റെ പങ്ക് നീ ആസ്വദിച്ചു കൊള്ളൂ. അപ്പോൾ അയാൾ അത്ഭുതത്തോടു കൂടി അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, എനിക്ക് സ്വർഗത്തിൽ എന്ത് ബാക്കിയാണുള്ളത്? എന്ത് പങ്കാണ് എനിക്ക് ബാക്കിയുള്ളത്? ഇവിടെ എനിക്ക് മുമ്പ് നൂറുകണക്കിന് മനുഷ്യർ, ആയിരക്കണക്കിന് മനുഷ്യർ, പതിനായിരക്കണക്കിന് മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അവരെല്ലാം അവരുടെ ഇടങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു. അവർക്കെല്ലാം അവരുടെ വീടുകൾ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. അവർക്കെല്ലാം അവരുടെ സ്വർഗത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ നൽകപ്പെട്ട് കഴിഞ്ഞു. അവരെല്ലാം പങ്കുവെച്ചെടുത്തു കഴിഞ്ഞ സ്വർഗത്തിൽ എനിക്കെന്താണ് ബാക്കിയുള്ളത്? അള്ളാഹു ആ മനുഷ്യനോട് ചോദിക്കും, ഭൂമിയിൽ ഒരു ചക്രവർത്തിക്കുണ്ടായിരുന്ന സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിൻ്റെ അത്രയും, ഒരു രാജാവിനുണ്ടായിരുന്ന രാജ്യം, ആ രാജ്യത്തിൻ്റെ അത്രയും ഭാഗം സ്വർഗത്തിൽ നിന്ന് നിനക്ക് തന്നാൽ നിനക്ക് തൃപ്തിയാകുമോ? ആ മനുഷ്യൻ വിടർന്ന കണ്ണുകളോടുകൂടി അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ, നിശ്ചയമായും എനിക്ക് തൃപ്തിയാകും. എങ്ങനെയാണ് തൃപ്തിയാകാതിരിക്കുക? ഒരു ചക്രവർത്തിയുടെ സാമ്രാജ്യം എന്ന് പറയുന്നത്, ഒരു രാജാവിൻ്റെ രാജ്യം എന്ന് പറയുന്നത് എത്ര പ്രവിശാലമാണ് എന്ന് നമുക്കറിയാം. അത്രയും സ്വർഗത്തിൽ നിന്ന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് സ്വർഗത്തിലേക്ക് അവസാനമായി കടന്നു ചെന്ന മനുഷ്യനോട് അള്ളാഹു. അപ്പോൾ അള്ളാഹു അയാളോട് തിരിച്ചു പറയും, എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, അത്ര ഞാൻ നിനക്ക് തരുന്നു,
പിന്നെയും അത്ര കൂടി തരുന്നു, പിന്നെയും അത്ര കൂടി തരുന്നു, പിന്നെയും അത്ര കൂടി തരുന്നു, പിന്നെയും അത്ര കൂടി തരുന്നു. അങ്ങനെ 5-ാമത്തെ തവണയും അള്ളാഹു പിന്നെയും അത്രയും കൂടി തരുന്നു എന്ന് പറഞ്ഞ സമയത്ത് ആ മനുഷ്യൻ അള്ളാഹുവിനോട് വീണ്ടും പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ തൃപ്തനാണ്, ഞാൻ തൃപ്തനാണ്, ഞാൻ തൃപ്തനാണ്, എനിക്ക് മതിയായിരിക്കുന്നു. ആ സമയത്ത് അള്ളാഹു വീണ്ടും അയാളോട് ചോദിക്കുന്നു, 10 തവണ കൂടി അത്രയും ഭാഗം സ്വർഗത്തിൽ നിന്ന് നിനക്ക് ഞാൻ തരുന്നു, നിനക്ക് തൃപ്തിയാകുമോ? അയാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അത്ഭുതം അടക്കാൻ കഴിയാതെ അയാൾ അള്ളാഹുവിനോട് വീണ്ടും പറയുന്നു, അള്ളാഹുവേ, എനിക്ക് തൃപ്തിയായിരിക്കുന്നു. ആ മനുഷ്യനോട് അള്ളാഹു തുടർന്ന് പറയുമെന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുക്കുന്നത്. നിന്റെ ശരീരം ആഗ്രഹിക്കുന്ന, നിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന എന്തും നിനക്ക് ഈ സ്വർഗത്തിലുണ്ട്. നിന്റെ കണ്ണുകൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന എന്തും നിന്റെ കണ്ണുകൾക്ക് കുളിർമ പകരുന്ന കാഴ്ചയായി ഈ സ്വർഗത്തിൽ നിനക്ക് അർഹതപ്പെട്ടതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, സ്വർഗത്തിലെ ഏറ്റവും നിസ്സാരനായ ആൾ, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിയിലുള്ള ആൾ, സ്വർഗത്തിൽ ഏറ്റവും അവസാനമെത്തുന്നയാൾ, അയാൾക്ക് 10 രാജ്യങ്ങളുടെ 15 രാജ്യങ്ങളുടെ 15 സാമ്രാജ്യങ്ങളുടെ പ്രവിശാലതയുള്ള മഹാ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ തുറന്നു വെക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആകാശഭൂമികളോളം പ്രവിശാലമാണ് അല്ലാഹുവിൻ്റെ സ്വർഗമെന്ന പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം അത് കേവലമായ ഭംഗിവാക്കല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സ്വർഗം കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നതെങ്കിൽ, ആ സ്വർഗമാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ആത്യന്തികമായി സ്വപ്നം കാണുന്നത് എങ്കിൽ അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ പരിശുദ്ധ ഖുർആനിനേക്കാൾ വലിയൊരു സമ്മാനമില്ല എന്നതാണ് യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് ഉരുവിടാറുള്ള ഒരു ദിക്റുണ്ടായിരുന്നു. നമുക്കെല്ലാം അത് മനപ്പാടമുണ്ടാകും. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആവർത്തിച്ച് ഉരുവിടാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ദിക്റാണത്. രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദിക്റുകളുടെ ഭാഗമായി ചൊല്ലാൻ ആവശ്യപ്പെട്ട ദിക്ർ. ബാങ്ക് വിളി കേട്ടാൽ അതിന് പ്രത്യുത്തരമായി കൊണ്ട് നമ്മളോട് ചൊല്ലാൻ ആവശ്യപ്പെട്ട ദിക്ർ. റളീതു ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ എൻ്റെ റബ്ബായി, എൻ്റെ രക്ഷിതാവായി, എൻ്റെ നാഥനായി, എൻ്റെ ഉടമസ്ഥനായി, എൻ്റെ യജമാനനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ എൻ്റെ മതമായി, എൻ്റെ ആദർശമായി, എൻ്റെ ജീവിത രീതിയായി, എൻ്റെ ദർശനമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം വബി മുഹമ്മദിൻ നബിയ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ പ്രവാചകനായി, എൻ്റെ തിരുദൂതനായി, എൻ്റെ വഴികാട്ടിയായി, എനിക്ക് നിശ്ചയിക്കപ്പെട്ട ദൈവദൂതനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. പ്രവാചകനെ തൃപ്തിപ്പെടുക, ഇസ്ലാമിനെ തൃപ്തിപ്പെടുക, അള്ളാഹ്